എനിക്കറിയില്ല. പ്രസയും ആകെ ടെൻഷനില്ല. എന്നെ കിഡ്നാപ്പ് ചെയ്തവൻ വിവരം അറിയും. അച്ഛൻ ആരെയായി പേടിക്കുന്നത്? എന്നെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്താ പിറ്റേ ദിവസം തന്നെ അവരെന്നെ ഇവിടെ കൊണ്ടുവിടും. അതുകൊണ്ട് അതും ആലോചിച്ച് എന്റെ അച്ഛനും അമ്മയും ടെൻഷൻ അടിക്കണ്ട. രണ്ടൊരു മുഖം കണ്ടില്ലേ? ആ കണ്ണൊന്ന് തുടക്കച്ചാ. നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല മോളെ കാര്യങ്ങള്. ഞാൻ വിചാരിക്കുന്നതിനേക്കാളും നിസ്സാരമാണ് കാര്യങ്ങൾ. ഈ അച്ഛൻ എന്നെ നാണം കെടുത്തു. ഭീകരനെ വെടിവെച്ച് വീഴ്ത്തിയ ധീരന്റെ മുഖം കണ്ടില്ലേ? ഒന്നുമില്ലെങ്കിലും സർക്കാരിന്റെ മെഡല് വാങ്ങിച്ച ഒരു പോലീസ് ഓഫീസർ അല്ലേ എന്റെ അച്ഛൻ. ആ അച്ഛൻ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആവുന്നത് നല്ല ബോറാട്ടോ. നിനക്കെല്ലാം തമാശയാ. തീർച്ചയായിട്ടും എനിക്കിതൊരു വലിയ കോമഡി ആയിട്ടാ തോന്നുന്നത്. അക്രമികളെ കുറിച്ച് ശരിക്കും അറിയാത്തോണ്ടാ. ആ കൃമികളെ കുറിച്ച് എനിക്ക് എന്തറിയാനാച്ചാ? അവരെന്നെ കിഡ്നാപ്പ് ചെയ്യുന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ അവരെക്കാൾ വലിയ പോലീസ് സേനയല്ലേ നമുക്കുള്ളത്. അവരൊക്കെ അത് കയ്യും കെട്ടി നോക്കി നിൽക്കോ? ആ പിന്നെ കൊടും ഭീകരനെ വീഴ്ത്തിയ എന്റെ ഈ അച്ഛൻ, ACP കൃഷ്ണപ്രസാദ് എന്ന എന്റെ അമ്മാവൻ, ഇവരൊക്കെ എന്റെ ചുറ്റും നിൽക്കുമ്പോ ഒരു ഭീകരനും ഈ തുളസിയുടെ 7 അയലത്തേക്ക് വരില്ല. ഇതെന്തോ വലിയൊരു സംഭവമാക്കി വെറുതെ എന്റെ അമ്മയെ കൂടി കരയിപ്പിച്ചല്ലോ അച്ഛാ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. എനിക്കെന്ത് സംഭവിക്കാൻ? ദുർഗാമ്മ എന്ന കൊടും ഭീകരയുമായി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നവളാണ് ഞാൻ. അതിലും വലിയ ഒരു ഭീകരനും എന്റെ നേരെ വരില്ല. ആ എന്നെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യുന്നുണ്ടെങ്കിലേ അത് ആ കിഡ്നാപ്പ് തന്നെയായിരിക്കും. പ്രസ വളരെ സീരിയസ് ആയിട്ടാണ് കാര്യം പറഞ്ഞത്. മോള് സൂക്ഷിക്കണം. മാമൻ പറയുന്നൊന്നും അച്ഛൻ അത്ര കാര്യമായിട്ട് എടുക്കണ്ട. അല്ലെങ്കിലും ഈ പോലീസുകാരെല്ലാം ഇങ്ങനെയാ. വേണ്ടാത്ത കാര്യങ്ങൾക്കെല്ലാം ഓവർ ബിൽഡപ്പ് കൊടുക്കും. അവസാനം കാര്യത്തോടെടുക്കുമ്പോ വട്ടപ്പൂജയായിരിക്കും. കഴിഞ്ഞ വർഷം നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഒരു പെട്ടി കണ്ടിട്ട് അതില് ബോംബാണെന്നും അത് ഭീകരന് കൊണ്ടുവച്ചതാണെന്നും ഒക്കെ പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. ജനങ്ങളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓടിച്ചു വിടുന്നു, ചാനലുകാർ വരുന്നു, പത്രക്കാര് വരുന്നു, പട്ടാളം, പോലീസ്. ആകെപ്പാടെ TV പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവസാനം ബോംബ് സ്ക്വാഡ് വന്ന് പെട്ടി തുറന്നു നോക്കിയപ്പോഴോ ഒരു പൊട്ടിയ സ്ലേറ്റും 8 പന്തും എഴുതി തീരാറായ 3 പെൻസിലും. അതുപോലെ അല്ല ഇത്. ടൗണിൽ ക്രിമിനൽസ് കൊടികുത്തി വാഴുകയാണ്. അതുകൊണ്ടാണ് പ്രസാദ് പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നത്. അച്ഛനൊന്ന് സമാധാനായിട്ടിരിക്കുക. വെറുതെ അമ്മയെ കൂടി പേടിപ്പിക്കാതെ. ഞങ്ങൾക്ക് നീയേ ഉള്ളു മോളെ. നിങ്ങൾക്ക് ഞാനുണ്ട്, പക്ഷെ എനിക്കാരാ ഉള്ളത്? നിനക്ക് ഞങ്ങളില്ലേ? ഉണ്ടോ? ഉണ്ട്. എന്നിട്ടാണോ എനിക്കൊരാവശ്യം വന്നാൽ കൂടെ നിൽക്കേണ്ടവര് ഇങ്ങനെ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്നത്? ഒന്ന് ചിരിച്ച് കണ്ടല്ലോ. ആ ഇനി എനിക്കൊരു അമ്മാവനുണ്ട്, ACP കൃഷ്ണപ്രസാദ്. അങ്ങേരുടെ സ്ഥിതി എന്താന്ന് ആർക്കറിയാം? അവരുടെ തലവനെ വകവരുത്തിയവന്റെ ഫാമിലിയെ ഇല്ലാതാക്കുക, അതാണ്. അപ്പോ സംശയിക്കണ്ട, ആ അജാസിനെ ഷൂട്ട് ചെയ്ത നമ്മുടെ പോലീസ് ഓഫീസറല്ലേ ജയശീലൻ. ജയശീലനാണോ അവര് ലക്ഷ്യം വെക്കുന്നത് സാർ? നോ, പിന്നെ അയാളുടെ മകളെ.
പ്രസാദേട്ടാ, എന്താ ഉറങ്ങുന്നില്ലേ? പനിക്കുന്നുണ്ടോ? ഇല്ല. കുറെ നേരം ആയാലും ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് വയ്യായിക എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഹേയ്, ഒന്നുമില്ല. ഞാൻ പറഞ്ഞാ കേൾക്കില്ല എന്ന് ശബ്ദം ചെയ്തിരിക്കല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ലടോ. കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ട് അസുഖമൊക്കെ ശരിക്കും ഭേദമായിട്ട് ഡ്യൂട്ടിക്ക് പോയാൽ മതിയെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. എനിക്ക് ശാരീരികമായിട്ട് ഒരു കുഴപ്പമില്ലടോ. പിന്നെ മാനസികമായിട്ടാണോ കുഴപ്പം? ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഒരുപാട് ടെൻഷനുള്ള ജോലിയാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് എന്ന് പറഞ്ഞാൽ ഓഫീസിൽ അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം. ഓഫീസിലെ എല്ലാ ടെൻഷനും കൂടെ ഒറ്റയടിക്ക് എന്തിനാ ഇങ്ങനെ തലയേക്കേറ്റി വെക്കുന്നത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഉറക്കം വരാതെ നടക്കേണ്ടി വരുന്നത്? ഏയ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. പ്രസാദേട്ടന് ഞാൻ ഇന്നോ ഇന്നലെയോ ഒന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ. ആ തീവ്രവാദികളുടെ പ്രശ്നമാണോ? അല്ല. അവരെന്തെങ്കിലും ഭീഷണി മുഴക്കി കാണും. അവരോ? അവര് എന്ത് ഭീഷണി മുഴക്കാൻ? ആ, അപ്പൊ അത് തന്നെ കാര്യം. താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? ഞാനേ ACP കൃഷ്ണപ്രസാദിന്റെ ഭാര്യ. കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ കുറച്ചൊക്കെ എന്നെ കൊണ്ട് പറ്റും. അവരെന്താ പറയുന്നേ? ആരെയെങ്കിലും കൊല്ലുമെന്നോ തട്ടിക്കൊണ്ടുപോകുന്നോ പറഞ്ഞോ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഇല്ല, പ്രസാദേട്ടനെ അടുത്ത സമയത്തൊന്നും ഉറക്കം വരില്ല. പറ, എന്റെ അടുത്ത് നിന്ന് എന്തിനാ വിളിക്കുന്നത്? എന്താ പ്രശ്നം? ഷെടാ, ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞില്ലേ? ഞാൻ വിശ്വസിക്കില്ല. അവര് പ്രസാദേട്ടനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞോ? എന്നെ അവരൊന്നും ചെയ്യില്ല. അല്ലെങ്കിലും അവർക്ക് പ്രസാദേട്ടനോട് എന്തിനാ ദേഷ്യം? അവർക്ക് ദേഷ്യവും പകയൊക്കെ ഉണ്ടാവേണ്ടത് ജയനോടല്ലേ? ജയനല്ലേ അവരുടെ തലവനെ ഇല്ലാതാക്കിയത്? ജയനെ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നും ആരും ഭീഷണി മുഴക്കിയിട്ടില്ല. താവന്ന് കിടക്കാൻ നോക്ക്. പ്രസാദേട്ടൻ ഉറങ്ങാതെ ഞാൻ ഉറങ്ങില്ല. തനിക്കിപ്പോ എന്താ അറിയേണ്ടത്? ഈ രാത്രിയിൽ പ്രസാദേട്ടന്റെ ഉറക്കം കെടുത്തുന്ന പ്രശ്നം എന്താന്ന് എനിക്ക് അറിയണം. ഒരു പ്രശ്നമില്ലാന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞില്ലേ? തീവ്രവാദികൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് തലപ്പത്തിരിക്കുന്നവരെ വകവരുത്തിയിട്ടായിരിക്കില്ല. അവർക്ക് വേണ്ടപ്പെട്ടവരെ കിഡ്നാപ്പ് ചെയ്തിട്ടോ വകവരുത്തിയിട്ടോ ആയിരിക്കും. അതുകൊണ്ട് പ്രസാദേട്ടനും ജയനും പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കേണ്ടത് ഞാനും ആദിയും പിന്നെ പ്രസാദേട്ടന്റെ ആ തെറിച്ച പെണ്ണില്ലേ തുളസി, അവളുമാണ്. തീവ്രവാദികളുടെ പക മുഴുവൻ ജയനോടായതിനാൽ അവര് പ്രതികാരം ചെയ്യുന്നത് തുളസിയിലൂടെ ആവും. തുളസിയുടെ ജീവൻ ഭീഷണിയിലായിരിക്കും. അങ്ങനെ വല്ല ന്യൂസും കിട്ടിയതിന്റെ ടെൻഷനിലായിരിക്കും അല്ലേ? താൻ കിടക്കുന്നുണ്ടെ വന്ന് കിടക്ക്, ഇല്ലേ പോ. എനിക്ക് മനസമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. ഞാൻ പോയേക്കാം, പക്ഷേ ഉറങ്ങണം. ഓരോന്നാലോചിച്ച് തല പുണ്ണാക്കാനും ഉറക്കം വരാൻ വേണ്ടി സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുകയും ചെയ്യരുത്. എനിക്ക് ഉറക്കം വരുന്നു എന്ന് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞു ദുർഗ. നിനക്കും ഇന്ന് ഉറക്കമൊന്നുമില്ലേ? ഉറങ്ങിപ്പോയി. അല്ല, എന്താ ചേച്ചി ഉറങ്ങിപ്പോയെന്നോ? നീ എന്തൊക്കെയാ പറയുന്നത്? അതെ, ഈ വാട്സപ്പില് കളിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു പോയി ചേച്ചി. കളിച്ചോണ്ടിരുന്നു. കളി മാത്രമല്ല, ചേച്ചി നോക്കി
മരുമകളെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ അമ്മായിയമ്മ ദുർമന്ത്രവാദം നടത്തി. എനിക്കിതൊന്നും കാണണ്ട. എന്നാലേ ചേച്ചിത് ഇതൊന്ന് നോക്കിക്കേ. ഹരീഷ് കണാരന്റെ കോമഡി ഷോയാ. ഷോ ചിരിച്ച് 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 മനുഷ്യൻ ചാവും ചേച്ചി. ഒന്ന് കൊണ്ട് പോസലു. എന്തോ ചേച്ചി, ചേച്ചിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എന്റെ ടെൻഷൻ എന്താണെന്ന് നിനക്കറിയില്ലേ? ഞാൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന എന്റെ മകന്റെ പിന്നാലെ വാല് പോലെ നടന്ന് അവന്റെ മനസ്സിന്റെ താളം തെറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു നശൂലം തുളസി. അവളാ എന്റെ ടെൻഷൻ. എത്രയോ കാലമായി ചേച്ചി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദുർവാസാവിന്റെ തപസ്സിളക്കാൻ മേനകയെ കൊണ്ടുവന്നതുപോലെ ഇവിടെ ഒരു മേനകയെ ചേച്ചി കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ. ഒരാതിര വാ തുറന്ന മണ്ടത്തരം പറയാനും പള്ള നിറച്ച് തിന്നാനും അല്ലാതെ ആ സാധനത്തിനെ കൊണ്ട് എന്തിനു കൊള്ളാം? അല്പം പൊട്ടത്തരമൊക്കെ കയ്യിലുണ്ടെങ്കിലും അവൾ ആള് മിടിക്കുക. എന്റെ മനസ്സറിഞ്ഞ് ഓരോ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് എന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവൾ. ഇന്നലെ തന്നെ നീ കണ്ടില്ലേ ആ പ്രിയയും തുളസിയെയും പ്രസാദേട്ടന് ശകുനം വരാത്ത രീതിയിൽ ഗേറ്റിനകത്തിട്ട് പൂട്ടിയത്? കുരുട്ടുബുദ്ധി ഒരല്പം കൂടുതലുണ്ട്. എന്തായാലും ആ മംഗളാപ്പച്ചിയുടെ ചെറുമോളല്ലേ, ആ പാരമ്പര്യം കാണിക്കാതിരിക്കില്ലല്ലോ. എന്തായാലും ചക്കിക്കൊത്ത ചങ്കര്. അർത്ഥം മനസ്സിലായില്ല. അല്ല, ചേച്ചിക്ക് പറ്റിയ മരുമോളാണെന്ന് ഞാനൊന്ന് ആലങ്കാരികമായി പറഞ്ഞപ്പോ ഈ ഉപമയ വായിന്ന് വന്നോളൂ. സോറി. തുളസിയെ ഒഴിവാക്കാൻ ഒരറ്റകൈ പ്രയോഗം വരെ നടത്തിയാലോന്ന് ഞാനൊന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലേ ഏതെങ്കിലും ദുർമന്ത്രവാദിയെ വരുത്തി അവളുടെ ശരീരത്തിലെ പ്രേതത്തിനെ കയറ്റിവിട്ടാലോ? അങ്ങനെയാണെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ അവൾ ഇതുവഴി തേരാപ്പാര അലഞ്ഞു നടക്കും. അവക്ക് ആദിമോന്റെ മുഖം പോലും പിന്നെ ഓർമ്മ കാണില്ല. എന്തായാലും ആദിമോൻ ഒരിക്കലും ഒരു ഭ്രാന്തിയെ വിവാഹം കഴിക്കില്ല. ആതിരയെ ഇഷ്ടപ്പെടുകയും ചെയ്യും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നീ പറഞ്ഞതിലും കാര്യമുണ്ട്. നീ ഒരു സിദ്ധന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വരുന്ന സിദ്ധന്റെ കാര്യമാണോ? അതെ. അദ്ദേഹം ഈ ആഴ്ചയും കൂടി അവിടെ ഉണ്ടാവോളേ. നാളെ തന്നെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടാലോ? അതിനെന്താ, നമുക്ക് പോവാൻ ചേച്ചി. മഹാമാന്ത്രികനും കൂടി അദ്ദേഹം. ഈ ബക്കറ്റ് ചിക്കനും കൂടി പറപ്പിക്കുന്ന ആളെന്ന് കേട്ടിട്ടില്ലേ? ബക്കറ്റ് ചിക്കനോ? അത് പിന്നെ ചുട്ട കോഴിയെ പറപ്പിക്കാന്നൊക്കെ പറയാറില്ലേ? അത്രയ്ക്ക് കഴിവുള്ള ആളാന്ന് പറയായിരുന്നു. നമ്മൾ വിചാരിച്ച കാര്യം നടക്കണം. എനിക്കത്രേ ആവശ്യമുള്ളൂ. അത് നടത്തിത്തരാൻ ആ സിദ്ധനെ കൊണ്ട് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് നടത്തിത്തരാൻ ആ സിദ്ധനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. എന്നാ കാലത്ത് നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? പോവാൻ ചേച്ചി. സിദ്ധനെ കണ്ടു കഴിഞ്ഞാ അദ്ദേഹം എന്തെങ്കിലും പ്രതിവിധി പറഞ്ഞു തരാതിരിക്കില്ല. തുളസിയെ ആദി എന്നേക്കുമായിട്ട് മറക്കണം. ആദിമോൻ തുളസിയെ മറക്കുക മാത്രമല്ല, ആതിരയെ അവൻ സ്നേഹിക്കാനും തുടങ്ങും. അതിനുള്ള മായയോ മന്ത്രമോ എന്ത് വേണമെങ്കിലും ആ സിദ്ധന്റെ കയ്യിലുണ്ടാവും. തുളസിയുടെ കയ്യിൽ നിന്നും ആദിയെ രക്ഷിച്ചെടുക്കണം. അതിനുവേണ്ടി പൂജയല്ല, തുളസിയെ ബലി കൊടുക്കണമെന്ന് പറഞ്ഞാലും അതും ഞാൻ ചെയ്യും. ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനല്ലേ പറയുന്നത്. എല്ലാത്തിനും വഴി ആ സിദ്ധം പറഞ്ഞു തരും. നാളെ രാവിലെ പോവാൻ തയ്യാറായിക്കോ? ശരി ചേച്ചി. എന്റെ മുച്ചിലോട്ട് ഭഗവതി, നാളെ ആ സിദ്ധനെ കാണാൻ കഴിയണേ. ഇല്ലെങ്കിൽ ദുർഗേച്ചി ബലി കൊടുക്കുന്നത് തുളസി ആയിരിക്കില്ല, എന്നെ ആയിരിക്കും. जयशीलन का बेटी तुलसी, उनको छोड़ना नहीं. ആ ജയശീലനെ കുടുംബത്തെ നമുക്ക് നശിപ്പിക്കണം. അജാസിനെ കൊന്നത്
ഇവളുടെ അച്ഛനാ. അതിന് പ്രതികാരം ചോദിച്ചേ പറ്റൂ. കൊല ചെയ്യലല്ല നമുക്ക് ആവശ്യം, കിഡ്നാപ്പിംഗ്. കൊല്ലണോ വേണ്ടെന്നൊക്കെ പിന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അവളുടെ അച്ഛനല്ലേ അജാസിനെ ഇല്ലാതാക്കിയത്, പിന്നെ അവളെ കിട്ടിയിട്ട് എന്തിനാ? उसको तकलीफ करने के लिए उसका बेटी मरना चाहिए. अपना लोग का नुकसान का दर्द उसको मालूम होना चाहिए, उसको दिखाना भी चाहिए. तुलसी मर गया तो दो आदमी को दर्द होता है, जयशीलन और एसीपी कृष्ण प्रसाद. वो सब उसने किया है, एसीपी कृष्ण प्रसाद. उसका दर्द मुझे देखना चाहिए. എല്ലാം നടക്കും. 2 ദിവസത്തിനകം ACP കൃഷ്ണപ്രസാദിനെയും ജയശീലിനെയും നടക്കുന്ന ആ വാർത്ത അവരറിയും. തുളസിയുടെ മിസ്സിംഗ്, അതല്ലെങ്കിൽ മരണം. അവളെ ജീവനോടെ വേണോ അതോ? उसको जिंदा चाहिए. ആ പേപ്പേഴ്സ് ഒക്കെ അയച്ചില്ലേ? അയച്ചു സർ. ആ ശരി. ആ സർ, ആ അവള് വീട്ടിലാണ്, സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. യെസ് സർ, സിറ്റി പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഓക്കെ സർ. ഹലോ. ആ നീ ഇപ്പൊ എവിടെയാ ഉള്ളേ? ആ, വീട്ടിലുണ്ട്. തുളസി മോളോ? ആ, അവള് ഇവിടെ ഇവിടെ ഉണ്ട് പ്രസാദ്. ആ ആ എസ് പിയുടെ കോൾ ഉണ്ടായിരുന്നു. കാര്യങ്ങള് നമ്മൾ വിചാരിച്ചാലും സീരിയസാ. ഇനി എന്ത് ചെയ്യും? നല്ലതുപോലെ സൂക്ഷിക്കണം, അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. പിന്നെ തുളസി മോളെ തനിച്ച് ഒന്നിനും പുറത്തേക്ക് വിടണ്ട. എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാലോ? ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കാതെയല്ല. പിന്നെ പോലീസുകാരുടെ വീട്ടിൽ പോലീസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോ എനിക്ക് എല്ലാ സമയവും അവളുടെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ. തൽക്കാലം തുളസിയെ പുറത്തേക്കൊന്ന് വിടാതിരുന്നാ മതി. താൻ പ്രിയോട് കാര്യം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു. ആ നന്നായി. അവളോട് എങ്ങനെ പറയുന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ഞാൻ. പറയാതിരുന്നാ ശരിയാവില്ല. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് അവളുടെ ശ്രദ്ധ വേണമല്ലോ. യെസ്. തുളസിയും വിവരം അറിഞ്ഞിട്ടുണ്ട്. അതെയോ? അത് പിന്നെ കുഴപ്പമാവില്ലേ? പറയണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ പ്രിയയോട് പറയുന്നത് അവള് കേട്ടാണെന്ന് തോന്നുന്നു. അവള് ടെൻഷൻ ആയിട്ടുണ്ടാവും. അവൾക്ക് ഒരു ടെൻഷനും ഇല്ല. സത്യം പറഞ്ഞ എന്നെയും പ്രിയയെ ആശ്വസിപ്പിച്ചത് അവളാ. ഒന്നും നിസ്സാരമായിട്ട് കാണരുതെന്ന് അവളോട് പറയണം. ആ, ഞാൻ വിളിക്കാം. ശരി. ഈശ്വര. ഏട്ടനാണോ വിളിച്ചത്? ഏട്ടൻ എന്താ പറയുന്നേ? തുളസിമോളുടെ കാര്യത്തില് നല്ല ശ്രദ്ധ വേണമെന്ന് പറയായിരുന്നു. എന്നാ പിന്നെ ഏട്ടനോട് തന്നെ അവളോടൊന്ന് വിളിച്ചു പറയാൻ പറഞ്ഞുകൂടായിരുന്നു? പ്രസ് അവിടെ ഏതോ തിരക്കിലാണ്. കുറച്ചു കഴിഞ്ഞ് വിളിക്കും. മോളെവിടെ? അവള് പുറത്തു പോയിരിക്കുക. പുറത്തു പോവേ? ഏതോ ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറഞ്ഞു. എന്തിനാ അവളെ പറഞ്ഞു വിട്ടത്? പറഞ്ഞു വിട്ടതല്ല, അവള് പോയതല്ലേ. അവളുടെ ഒരു കാര്യത്തിലും നമ്മൾ അരുതെന്ന് പറയാറില്ലല്ലോ. തുളസി മോളെ തനിച്ച് പുറത്തു വിടരുതെന്ന് പറഞ്ഞ് പ്രസ ഇപ്പൊ ഫോൺ ചെയ്തേ ഉള്ളൂ. അയ്യോ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സീരിയസ് ആ കാര്യങ്ങള്. ഈശ്വര, ചേട്ട, ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല. നീ ടെൻഷൻ അടിക്കാതെ. ജയേട്ട, ഞാൻ അവളെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയാം. വേണ്ട, ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരാം. അതാ നല്ലത്. അവള് ഏത് ഫ്രണ്ടിന്റെ അടുത്താ പോയിന്ന് പറഞ്ഞേ? അതൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് വരാന്നും പറഞ്ഞു പോയതാ. ചേട്ടനൊന്ന് വിളിച്ചു നോക്ക്. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ.
ചേട്ടാ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ആ, ചേട്ടാ? നീ വിഷമിക്കാതെ ഞാൻ പോയി നോക്കിയിട്ട് വരാം. സമാധാനായിട്ടിരിക്കുക. ഈശ്വര, അയ്യോ, എന്റെ മോള്. അവൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു ബ്ലൂ സ്കൂട്ടറിൽ. KL 19L 2926. ശരി, അവള് പുറപ്പെട്ടിട്ടുണ്ട്. ആ ഓക്കെ. ആ സാർ, അവൾ വരുന്നുണ്ട്.